ഡേ, അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച പെണ്ണുങ്ങളാണെങ്കിലേ കാലത്ത് 4 മണിക്ക് എണീറ്റ് പാത്രം വഴി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കും. ഇത് കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബത്തിലാണെങ്കിലും തോന്നിയാസാ ജീവിതം. കഷ്ടം തന്നെ. അതമ്മ, ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഏട്ടൻ വരാൻ ലേറ്റായി. ലേറ്റ് ആയാലും എന്താടി? ഞാനൊക്കെ രാത്രി താമസിച്ച് 2 മണിക്ക് കിടന്നാലും കാലത്ത് എന്റെ വീട്ടുകാര്യങ്ങൾ മുഴുവനും നോക്കും. ഇത് വളർത്തു ദോഷമാ, അല്ലാതെ എന്ത് പറയാനാ. നിന്റെ അച്ഛൻ ഇത്തിരിയെങ്കിലും ഉൾപ്പുണ്ടാവി. സ്ത്രീധനത്തിന്റെ ബാക്കി ഇതുവരെ തന്നില്ലല്ലോ. നീ അങ്ങനെ വിളിച്ചു പറ, ബാക്കി തുക കൊണ്ടുവരാൻ പറ. ഇല്ലെങ്കിലേ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും. ഇതടി, നിന്റെ നാക്കത് താന്നു പോയോ? തിന്നാൻ മാത്രമേ നീ തുറക്കുള്ളൂ. എന്റെ ചെക്കന്റെ കൈയും കാലും കാണിച്ച് സ്ത്രീധനമൊന്നും തരാതെ ഇവിടെ ഒന്ന് കഴിയാന്നാണോ നീ വിചാരിക്കുന്നത്? ഇതൊക്കെ നിന്റെ അമ്മയുടെ ഒറ്റ സൂത്രമാണെന്ന് എനിക്കറിയാം. അമ്മ, ഞങ്ങൾ പാവങ്ങളാന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പിന്നെ ഈ വീണ്ടും വീണ്ടും പണം കേട്ടാൽ ഞങ്ങൾ എവിടെ നിന്ന് തരാനാ? ആരാടി സമ്മതിച്ചത്? എല്ലാം അവന്റെ ഒറ്റ വാശിയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതോ നിന്റെ ഒന്നും കെട്ടാതെ നല്ല കുടുംബത്തിലുള്ള പെമ്പിളരെ കെട്ടാൻ. അപ്പൊ നിന്റെ കൂടോത്രത്തിൽ അവനൊന്ന് വീണുപോയി. അവളുടെ ഒരു ചോദ്യം ചെയ്യല്. അയ്യോ, അങ്ങനെയല്ല. എങ്ങനെയല്ല? അവളുടെ ഒരു ന്യായം കുറച്ചിനും അഭിനയവും. പോയി നിന്റെ അച്ഛൻ്റെ അടുത്ത് ബാക്കി സ്ത്രീധനം കൊണ്ടുവരാൻ പറയടി. അയ്യടാ, ആ ചേട്ടാ, ഏട്ടനെന്തായാലും മുന്നറിയിപ്പില്ലാണ്ട്. നാളെ ഞാൻ ജോലി സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ ഇവിടെ വന്ന് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. വായിട്ട് അകത്തിരിക്കാം. നീ ഓക്കെ അല്ലേ? എന്താ മുഖത്തൊരു ടെൻഷൻ പോലെ? അതേട്ടാ, അച്ഛൻ നിശ്ചയത്തിന് ശേഷം പറഞ്ഞില്ലേ സ്ത്രീധനത്തുക കൊടുക്കാമെന്ന്. അത് കൊടുത്തില്ലല്ലോ. ആ സമയത്ത് അച്ഛൻ സ്ട്രോക്ക് വന്നോണ്ടല്ലേ? അത് അവർക്കും അറിയുന്ന കാര്യമല്ലേ? പക്ഷെ അവർ അതും പ്രതീക്ഷിച്ച ആതിരയുടെ കല്യാണത്തിന് വാക്ക് കൊടുത്തിരിക്കുക. എന്നിട്ട് അമ്മ ഇന്ന് എന്നോട് ചോദിച്ചു. അമ്മയ്ക്ക് എന്താ എന്നോടൊരു താല്പര്യമില്ലാത്തതുപോലെ എന്തൊക്കെ എന്നെ മുന്നിലിരുന്ന് അഭിനയിക്കുക. അപ്പം നീ എന്ത് പറഞ്ഞു? ഞാനെന്ന് പറയാനാ? ഞാനെന്ന് നോക്കട്ടെ, എല്ലാം ശരിയാക്കാം. നീ ടെൻഷൻ അടിക്കാതെ. ഹലോ. ഹലോ മോളെ, നിനക്ക് സുഖം തന്നെ മോളെ? ഏയ്, കുഴപ്പമൊന്നുമില്ല അച്ഛാ. മോളെ, ശ്രീകാന്ത് നല്ലൊരു പോലീസ് ഓഫീസറെന്ന് എല്ലാവരും പറയണേ. അതെ അച്ഛാ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാ മോളെ അവൻ നിന്നെ സ്നേഹിച്ചത്. അതൊക്കെ പോട്ടെ, അച്ഛൻ്റെ അസുഖങ്ങളൊക്കെ മാറിയോ? അതൊന്നും കുഴപ്പമില്ല മോളെ, ചെറിയൊരു സ്ട്രോക്ക് അല്ലേ. ചെറിയ സ്ട്രോക്കോ? അച്ഛൻ എപ്പോഴും എല്ലാം കുട്ടിക്കളിയാ. ശ്രീകാന്ത് എവിടെ? അമ്മ ഏട്ടൻ കുളിക്കുക. ആ, എന്നാ മോള് പോയി അമ്മയെ സഹായിക്ക്. ഇങ്ങനെ മടി പിടിച്ചിരുന്നാലേ ഞങ്ങൾക്ക് അതിന്റെ കുറച്ചില്. അതിന് അച്ഛാ, ഒരു പിന്നെയല്ല, നീ അവിടെ ഒന്ന് ചെന്നേ. ശരി മോളെ, ഞങ്ങൾ പിന്നെ വിളിക്കാം. നിനക്ക് സുഖമാണോ? ആ, നീ എന്താ രാവിലെ ലേറ്റാണെന്നല്ലേ പറഞ്ഞേ? ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. ഇത് സൗണ്ട് എന്താ വല്ലാണ്ടിരിക്കണേ? ഏയ്, ഒന്നുമില്ല. ആ, അതൊക്കെ പോട്ടെ. നിന്റെ പുതിയ വീട്ടിലെ ജീവിതം എങ്ങനെയുണ്ട്? എടീ, നീയല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ഫ്രണ്ട്. എന്താടി, എന്ത് പറ്റി? ഇവിടെ എന്നും പ്രശ്നങ്ങളാ. അമ്മായിയമ്മയാണെങ്കിൽ എപ്പോഴും എന്നോട് ദേഷ്യപ്പെടുക. അതെന്താ അങ്ങനെ? എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്താലും അവരെന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ആ, നീ ഒരു ജോത്സ്യനോട് സംസാരിക്കേ. ഏയ്, എനിക്കതൊന്നും വലിയ വിശ്വാസമൊന്നുമല്ല. അങ്ങനെയല്ല, നിനക്കറിയാലോ എൻ്റെ ലൈഫിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ. അറിയാം. ഇപ്പം അതൊക്കെ മാറി. എൻ്റെ ലൈഫിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. പണ്ടൊക്കെ എൻ്റെ കല്യാണത്തെ പറ്റി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ ജാതകം കാരണം എൻ്റെ കല്യാണമൊക്കെ ഒത്തിരി പ്രശ്നമായിരുന്നു. ഇതെല്ലാം എനിക്കറിയാം. അന്ന് ഞങ്ങൾക്ക് സാമ്പത്തികപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരെങ്കിലും ആലോചനയായിട്ട് വന്നാൽ തന്നെ അവർക്ക് ഒരുപാട് സ്ത്രീധനവും വേണമായിരുന്നു. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് നീ ഇപ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ? അതെ, അന്ന് എൻ്റെ കസിൻ ഗീത എന്നോട് പറഞ്ഞത് ആസ്ട്രോടാക് ആപ്പ് യൂസ് ചെയ്ത് ആസ്ട്രോളജറോട് സംസാരിക്കാൻ. അങ്ങനെയാണ് ഞാൻ ആസ്ട്രോടാക് ആപ്പിലൂടെ സംഗീതജയെ പരിചയപ്പെട്ടപ്പോൾ തന്നെ അവനോട് ജനന സമയം ആവശ്യപ്പെട്ടു. അത് കൊടുത്തപ്പോൾ തന്നെ അവർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ആണോ? അപ്പോൾ നല്ലതാണല്ലോ. ഞാൻ സംഗീതജയും ആസ്ട്രോടാക് ആപ്പിനെയും വിശ്വസിച്ചു. തുടർന്ന് എൻ്റെ എല്ലാ സാഹചര്യങ്ങളും അവരോട് വിശദീകരിച്ചു. അവർക്കെല്ലാം മനസ്സിലായി. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരെനിക്ക് പറഞ്ഞു തന്നു. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ എൻ്റെ ലൈഫിൽ ഒരാൾ വരുമെന്നും അയാളെ ഞാൻ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ എൻ്റെ ഭർത്താവിനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു.
ഇപ്പൊ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. നിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വിവാഹം, ബന്ധങ്ങൾ, പണം, ജോലി അല്ലെങ്കിൽ ബിസിനസ് എന്നിങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ജ്യോതിഷിയോട് പോയി സംസാരിക്കൂ, എനിക്കൊരു പരിഹാരം കണ്ടെത്താം. ആസ്ട്രോടോക്ക് ആപ്പിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടുന്ന് ഡൗൺലോഡ് ചെയ്താൽ ആദ്യത്തെ ചാറ്റ് ഫ്രീ ആയിരിക്കും. ആണല്ലേ? ഞാൻ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യും. ശരിയടി, എന്നാ ഞാൻ ഇറങ്ങട്ടെ, സമയമായി. നീ വെറുതെ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ ആസ്ട്രോടോക്ക് ആപ്പിന്റെ കാര്യം മറക്കണ്ട. ശരി. താനെവിടെ? ഞാൻ അടുക്കളയിലായിരുന്നു. ആഹാ, താൻ എൻ്റെ അമ്മയെ പുറത്താക്കോ? ഏട്ടാ, അമ്മ എന്നോട് ബാക്കി കാശ് വയ്ക്കുക. അമ്മയോ? അത് പിന്നെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ, അത് നീ കാര്യമാക്കണ്ട. ഏട്ടനൊന്നും അമ്മയോട് പറഞ്ഞു നോക്കാവോ? ഏട്ടമ്മ എന്തായാലും അമ്മ കേൾക്കും. അമ്മയോട് ഞാൻ എന്ത് പറയാനാ? അമ്മ ഇനി അതും പറഞ്ഞു തുടങ്ങും. ഭാര്യ വന്ന് കയറുന്നതിന് മുമ്പേ ഞാൻ അവളുടെ ചുമൽപ്പടിയിലായെന്ന്. മോനെ ശ്രീകാന്തേ, ദേ അമ്മ വിളിക്കുന്നു. വാ. മോനെ. എന്താന്നത്തിന് മുഖത്തൊരു പരിഭ്രമം? ഉറക്കം ശരിയായില്ലേ? ഇത്രയും നല്ല മെത്തേലേ ആദ്യമായിട്ടായിരിക്കും കിടക്കുന്നത്, അതുകൊണ്ടാവും. പക്ഷെ മോളെ കണ്ടാ പറയൂല്ലോ ഏട്ടാ, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടിലെയാണെന്ന്. ഇനിയിപ്പം കയറി അങ്ങ് കൊഴുക്കും. അമ്മ എന്തൊക്കെ അമ്മ ഈ പറയണേ? ഇതിനട കിടന്ന് വെറുതെ കിടന്ന് തുള്ളുന്നത്. ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ. നമ്മുടെ ഒരു വൃത്തിയായിട്ട് തമാശ. ചേച്ചിക്ക് അത് വിഷമായി. ഞാനൊന്നും പറയുന്നില്ലേ. പഴം പിഴിയൂല നിൽക്കാതെ അവളെ വീട്ടിൽ വിളിച്ച് ബാക്കി സ്ത്രീധനം വാങ്ങിച്ചോട്ട് വേടാ, ഇല്ലെങ്കിൽ ആ നഷ്ടത്തിൽ കൊണ്ട് കളാം. അമ്മേ, അറിയാലോ അവളുടെ അച്ഛനിപ്പോൾ സ്ട്രോക്ക് വന്നിട്ടിരിക്കുകയാണ്. അവർക്ക് കുറച്ച് സമയം കൊടുക്ക്. എടാ, അവർക്ക് സമയം കൊടുത്താ ഞാൻ ആദ്യത്തെ ചെറുക്കൻ വീട്ടുകാരുടെ എന്ത് സമാധാനം പറയും? ഇപ്പൊ തന്നെ ഒരുപാട് ഒഴിവ് പറഞ്ഞില്ലേ ചേട്ടാ? ഇനി ഒഴിവ് പറഞ്ഞാൽ അവനേക്ക് എന്തായാലും നഷ്ടപ്പെടാൻ തോന്നുന്നു. അതേടാ, ആ ഒരു കുടുംബക്കാരണം നമ്മുടെ വാക്കിന് കൂടെ വിലയില്ലാതായി. നിന്നെടുത്ത് ഞാൻ ഒന്നേ പറഞ്ഞല്ലേ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടാൻ. എടാ, അല്ലെങ്കിൽ അവളെ കയ്യിലിരിക്കുന്ന ഉള്ള സ്വർണ്ണം വാങ്ങിക്കുകയും 4-3-7 പാൻ തന്നെയല്ലേ ഉള്ളത്. നമുക്ക് അത് ആദ്യം വീട്ടുകാർക്ക് കൊടുക്കാം. ഇതിന് നല്ല ബന്ധം അവർക്ക് കിട്ടൂലടാ, അതാ. അതെ ഏട്ടാ. അവരുടെ കല്യാണ കാര്യമൊക്കെ എന്തായി ചേച്ചി? എന്തോന്നാവാനാ? ഒരുത്തിരി വീട്ടിൽ നിന്ന് ബാക്കി സ്ത്രീധനം കിട്ടിയിട്ട് വേണം എനിക്ക് ആദ്യത്തെ കല്യാണം നടത്തണമെന്ന് വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പം അവളെ തന്തേരേം തള്ളേരും ഒരു വെളിയും ഇല്ല, ആവിയും ഇല്ല. അതൊക്കെ ചോദിച്ച് വാങ്ങിച്ചെടുത്തോളണം. പിന്നെ തയ്യാക്കിയാ പിന്നെ കിട്ടില്ല. അതൊക്കെ ഞാൻ വാങ്ങിച്ചെടുക്കും. അവളെ വീട്ടുകാരെ വിളിച്ചിലൊന്നുമേ എൻ്റെ അടുത്ത് നടക്കൂല. പിന്നെ എൻ്റെ ചെറുക്കന് ഇതെന്ത് പറ്റിയെന്ന എൻ്റെ ആലോചന. അവൻ്റെ ജോലി വെച്ച് നല്ല ബന്ധം കിട്ടിയാണ്, എന്ത് ചെയ്യാന്? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ബാക്കി കാശ് കിട്ടിയില്ലെങ്കിലേ ഞാൻ അവളെ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് വേണം എൻ്റെ മോന് നല്ലൊരു ബന്ധം നോക്കാൻ. എന്നാ ശരി ചേച്ചി, ഞാൻ പിന്നെ വരാം. എന്താച്ചാ ഒന്നും പറയാണ്ട് ഈ സമയത്ത് ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? പറയാണ്ട് വന്നെന്നോ? ഇവിടുത്തെ രാധാമണി അമ്മയല്ലേ ഞങ്ങളെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞത്. എന്താ മോളെ, വിശേഷം വല്ലതും ആയോ? അതെ, നിങ്ങളുടെ മോള് വന്ന് കയറിയ പിന്നെ ഇവിടെ എന്ന് ഞങ്ങൾക്കൊക്കെ വിശേഷമല്ലേ? ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഓ, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ ജീവനോടെ ഉണ്ടോ എന്ന്. എന്ത് പറ്റി? മോളെന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചോ? നാശം പിടിച്ച നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ വലത് കാലം വെച്ച് ഇവിടെ കയറിയപ്പോ തുടങ്ങിയ പ്രശ്നമാ. എന്താണെങ്കിലും ഒന്ന് തെളിച്ച് പറയൂ. എന്റെ വീട്ടിന്റെ പടി ചവിട്ടാൻ യോഗ്യതയില്ലാത്ത നിങ്ങളെയൊക്കെ വിശ്വസിച്ചേ ഒരു തീഞ്ഞ വീട്ടിൽ കയറ്റിയില്ലേ, അത് തന്നെ എനിക്ക് പറ്റിയത്. ഡോ, ആണുങ്ങളായ വാക്കിന് വില വേണോടോ. നിങ്ങൾ വന്ന് നശിച്ചതേ ഈ എന്റെ മോളുടെ ഭാവിയാ. നിങ്ങളെപ്പോലെ ഗതിയില്ലാത്ത ആൾക്കാർ വാക്ക് തരുമ്പോഴേ ഒന്ന് ആലോചിച്ചിട്ട് തന്നൂടെ? കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായി, ഇതുവരെ തരാവിളയിൽ 1 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ? അത് പിന്നെ എന്റെ ആശുപത്രി ചെലവ് താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു. മിണ്ടരുത്. അതും തന്റെ നാടകമായിരുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിടോ.
നിങ്ങളെ വാക്ക് വിശ്വസിച്ചേ ഞാൻ ഇവിടെ കാണാൻ വന്നവർക്ക് വാക്ക് കൊടുത്തതാ. ഇപ്പൊ അവര് വിളിക്കുമ്പോ ഞാൻ ഓരോ കള്ളത്തരവും പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. എല്ലാം നിങ്ങൾ കാരണം. വാക്ക് കൊടുത്ത പാലിക്കാൻ പഠിക്കണം. നാണമില്ലാത്തവര്. ഇനി ഇതിവിടെ സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ മോളെ വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. തരാനുള്ള ബാക്കി പൈസ എന്നിട്ട് ഇവിടെ ഇവിടെ കൊണ്ടാക്കിയാൽ മതി. മോളെ അങ്ങനെ പറയാതെ, ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടെ താ. താൻ കുറെ തരും. ഇത്രയും സമയമായിട്ട് തനിക്ക് തരാൻ പറ്റിയില്ല. തിന്നു കൊഴുത്ത് പന്നിയെപ്പോലെ ആയല്ലോ തന്റെ മോള്. നീയും കുറെ സമയം വേണമെന്ന്. ദേ എല്ലാം ഇവിടെ ഇപ്പൊ ഇറങ്ങിക്കോണം. നമുക്ക് പോ. മോളെ ശ്രീകാന്ത് അവനെ എന്റെ മോനാ. ഞാൻ അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം കഷ്ടപ്പെട്ട് വളർത്തിയത്. അത് അവനറിയാം. ഞാൻ പറയുന്നതിനപ്പുറം അവനില്ല. ഇവിടെ തളയണ മന്ത്രമൊന്നും അവന്റെ അടുത്തേക്കൂല. എന്തായാലും സമയത്രയായില്ലേ? ചേട്ടൻ ഇപ്പൊ വരും. അവനും കൂടെ ഇതൊക്കെ അറിയട്ടെ. ഇനി ചെയ്യുന്നത് പോലെ അബദ്ധം പറ്റാൻ പാടില്ല. അച്ഛനും അമ്മ എപ്പോൾ എത്തി? താൻ എന്താടോ നേരത്തെ പറയാത്തെ? അച്ഛൻ്റെ ഫേവറേറ്റ് ചീരയൊക്കെ ഞാൻ വാങ്ങി വരില്ലായിരുന്നോ? എടാ ഇവർക്ക് വേണ്ടി ഇനി പുല്ലും ചെപ്പും വാങ്ങേണ്ട ഗതിയോടൊന്നും നിനക്കില്ല. ഇനി അവളെ പറഞ്ഞു വിട്ടേക്കടാ. അമ്മ എന്താ തോന്നിയ ദിവസമായി പറയുന്നത്? ദേവി എങ്ങോട്ട് പോവാൻ? എടാ കെട്ടിക്കയറുന്നിട്ട് ഇത്രയും കാലമായില്ലേ? ഈ അന്തസ്സില്ലാത്തവരോട്ടുള്ള യാതൊരു ബന്ധവും നമുക്കിനി വേണ്ട. ഇത്ര നാട്ട് 5 പൈസയെങ്കിലും തന്നിട്ടുണ്ടോ? അമ്മ എന്തൊക്കെയാ പറയണേ? 3 ദിവസം മുന്നല്ലേ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്. നീ എന്തിനാടാ ഈ നാശങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കള്ളത്തരമൊക്കെ പറയുന്നത്? അമ്മയുടെ ഫോൺ എടുത്ത് നോക്ക്. ദേവികയുടെ ചേട്ടൻ എന്നെ ഹൈദരാബാദിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ തന്നെ അവൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ടും ട്രാൻസ്ഫർ ചെയ്തു. അത് ഞാൻ ഉടനെ എന്നെ അമ്മയ്ക്ക് അയച്ചല്ലോ. അപ്പൊ മുഴുവൻ ശ്രീധനും കിട്ടിയാടാ? ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അത് ഈ ആഴ്ച തരാന്നാ അവൻ പറഞ്ഞേക്കുന്നത്. മോളെ അമ്മയ്ക്ക് ടച്ച് പോണെന്ന് നോക്കാറുണ്ടെന്ന് മോക്കറിഞ്ഞൂടെ? എനിക്കറിയാതെ പറ്റിപ്പോയതാ മോളെ. നീ എന്നടുത്ത് വിഷമിക്കേ. എടാ നിനക്ക് നേരത്തെ എന്നടുത്ത് പറഞ്ഞുകൂടെ? ഞാൻ ഈ പാവങ്ങളെ എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് അറിയാമോ? അമ്മേ, ഞാൻ ഒരു പോലീസ് ഓഫീസറാണ്. എന്തോരം കേസുകളാണ് എൻ്റെ തലയ്ക്ക് വീതെ കൂടെ ഓടുന്നത്. അന്ന് ഞാൻ ഒരു കേസിൻ്റെ നടുക്കായിരുന്നു. അപ്പോഴാണ് ആ ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അത് പറയാൻ വിട്ടുപോയി ഞാൻ. എന്നാ ശരി മോനെ, ഞങ്ങൾ വിളയും കൊണ്ട് പോവാം. ശേ നിങ്ങൾ എന്തൊക്കെയാ പറയണേ? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ മോളെ വിടുവോ? മോനെ, നിയമം നടപ്പാക്കേണ്ട നീ തന്നെ നിന്നെ അമ്മയുടെ അനീതിക്കെതിരെ തലതിരിച്ചു. ഇത് ഇതുവരെ എത്തുമെന്ന് ഞാൻ കരുതിയില്ല അച്ഛാ. ഓഫീസിലെ ജോലി തിരക്കിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ വിട്ടുപോയി. എന്നോട് ക്ഷമിക്കും. മോള് വിഷമിക്കാതെ അകത്തോട്ട് ചെല്ല്. ഞങ്ങൾ ഇറങ്ങട്ടെ. ഇല്ലച്ചാ, ഞാൻ പോവില്ല. നീ എന്തൊക്കെയായി പറയണേ? അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി? ഇല്ലേട്ടാ, ഞാൻ മടുത്തു. ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞ പോലെ അമ്മയ്ക്ക് അത് അഭിനയ. ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ. അമ്മയ്ക്ക് ഏറ്റവും വലുത് കാശാ. ഞാനും ജീവനുള്ള സ്ത്രീയല്ലേ. എത്ര നാൾ ഞാൻ സഹിക്കും? മോളെ അത് ഞാൻ ആതിരയുടെ ഭാവി ഓർത്ത് ഞാൻ എന്തൊക്കെയോ. അത് ശരിയാ. സ്വന്തം മോളോടുള്ള സ്നേഹം ഒരിക്കലും വന്ന കാര്യങ്ങളോട് കാണില്ലല്ലോ. ഏട്ടന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വരാം. അതോ ഏട്ടനും അമ്മയെ പോലെ എൻ്റെ വീട്ടിലോട്ട് വരാൻ കുറച്ചിലാണോ? അതിന് നീ അങ്ങ് പോകുന്നുമില്ല, നിന്നെ ഞാൻ വിടുന്നുമില്ല. മോനെ, ഈ സ്ത്രീധനം എന്ന് പറയുന്നത് വിഷമാണ്. അത് ഈ ഭൂമിയിൽ നിന്ന് പോകാനും പോകുന്നില്ല. ആരൊക്കെ വിചാരിച്ചാലും അതില്ലാതാവാനും പോകുന്നില്ല. നീ വാ. ഏട്ടാ പൈസ കിട്ടിയില്ലേ? ഏട്ടത്തെ തിരിച്ചു വിളിക്കേ. അതെ മോനെ, നീ അവളെ തിരിച്ചു വിളിക്കേ. ഇല്ലെങ്കിൽ ഈ വീട്ടിലെ പണി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരുമോടാ. നിങ്ങൾക്ക് നാണമുണ്ടോ? ഇവിടുത്തെ പട്ടിയുടെ വിലയെങ്കിലും നിങ്ങൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവളെ സമാധാനത്തോടു കൂടി വിട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? അവൾ എൻ്റെ പെണ്ണായതുകൊണ്ടും എനിക്ക് അവളോട് സ്നേഹമുള്ളതുകൊണ്ടും ഇനി ഈ നരകത്തിലേക്ക് ഞാൻ അവളെ കൊണ്ടുവരില്ല.